നമസ്കാരം. ഞാൻ ഡോക്ടർ വിനീത് മാത്യു ജോൺ, വണ്ടൂർ നിംസ് ആശുപത്രിയിലെ ഓങ്കോളജിസ്റ്റാണ്. 2022 ഗ്ലോബോക്യാൻ ഡേറ്റ പ്രകാരം ഏകദേശം 97 ലക്ഷം സ്ത്രീകൾ പുതുതായി ക്യാൻസർ ബാധിതരായി എന്ന് മനസ്സിലായി. അതിൽ തന്നെ 25% ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദമാണ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടും നമ്മുടെ സ്വന്തം ഭാരതത്തിന്റെ ഡേറ്റയിലേക്ക്, ഗ്ലോബോക്യാൻ 2022 ഡേറ്റയിലേക്ക് വരുന്ന സമയത്ത് ഗർഭാശയകള ക്യാൻസറിനെയും പുറന്തള്ളി 1ാം സ്ഥാനത്തിലേക്ക് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം ഇടം പിടിച്ചിട്ടുണ്ട്. പൊതുസമൂഹം നോക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എന്നത് ഒരു തരത്തിലുള്ള അസുഖമാണെന്ന് പറഞ്ഞാൽ തന്നെയായാലും ശാസ്ത്ര പുരോഗതി അനുസരിച്ച് ഇപ്പോൾ ഏകദേശം 4 ടൈപ്പിലെങ്കിലും ഉള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ല്യൂമിനൽ എ, ല്യൂമിനൽ ബി, HER2 എൻറിച്ച്ഡ്, അതേപോലെ തന്നെ ബേസൽ ലേക്ക് എന്നിവയാണിവ. ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതനുസരിച്ച് നമ്മുടെ ചികിത്സയിലായാലും പലപ്പോഴും വ്യത്യാസം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. സർജറി, അതായത് ശസ്ത്രക്രിയ, റേഡിയേഷൻ ചികിത്സ, കീമോതെറാപ്പി, ഹോർമോൺ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി മുതലായ ചികിത്സകൾ വഴി പരിപൂർണമായിട്ട് ഭേദമാക്കിയെടുക്കാവുന്നതോ അതല്ല എങ്കിൽ നിയന്ത്രണ വിധേയമാക്കി ആയുസ് നീട്ടിക്കൊണ്ടു പോവുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യത്തക്ക രീതിയിലുള്ള പല ചികിത്സകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് അഥവാ സ്തനാർബുദത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ മാസത്തിൽ നമ്മൾക്കാകട്ടെ, നമുക്ക് പരിചയത്തിലുള്ള ആർക്കെങ്കിലും ആകട്ടെ, സ്തനത്തിലാകട്ടെ അഥവാ കക്ഷത്തിലാകട്ടെ മുഴകളോ വേദനയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി തീർച്ചയായിട്ടും ശ്രമിക്കാം. നന്ദി.